ഹലോ ഗായ്സ്, നമ്മളിന്നൊരു മോപ്പ് ഫാം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, നമുക്കാദ്യം പോയി കുറച്ച് ഗോബിൾ സ്റ്റോൺ എടുത്തിട്ട് വരാം. ഒരു 10 സ്റ്റാക്ക് മതിയാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. 10 സ്റ്റാക്കൊക്കെ വേണമെന്ന് മഴയും പെയ്തു ഗായ്സ്. അപ്പോഴേക്ക് മഴയും പെയ്തിട്ടുണ്ട്. ഈ ചെസ്റ്റിലാണ് സെറ്റ്. നമുക്ക് വേഗം ഇത് എടുത്തിട്ട് അവിടേക്ക് പോയിട്ട് ജസ്റ്റ് അതിന് ഉണ്ടാക്കാം. ഗായ്സ്, ഈ വീഡിയോക്ക് ലൈക്ക് ഒരു 50 എനിക്ക് ഇതൊക്കെ വെറും പുല്ല് ആണെന്നറിയാം. വേഗം തന്നെ 50K ലൈക്ക്. ഓക്കെ, സോറി ഗായ്സ്, 50K അല്ല, 50K അല്ല, അത്രയൊന്നും വേണ്ട നമുക്ക്. അമ്മാനൊന്നും സ്പോണായിട്ടുണ്ട്. സോംബിയുള്ള സ്പോണായ പിന്നെ അവന്മാരുടെ കൊല്ലാനുള്ള തിരക്കായിരിക്കും. ആരില്ലെന്ന് തോന്നുന്നു. എന്നാൽ നമുക്ക് നേരെ ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് ഹോപ്പറും ഇത്രയൊന്നും വേണ്ടായിരുന്നു, പിന്നെ നമ്മൾ എടുത്താണ്. ചിലപ്പോൾ ആവശ്യം വന്നാലോ. ഇത്രയൊന്നും വേണമെന്ന് വിചാരിക്കുന്നു, ഇത്രയൊന്നും വേണ്ടായിരിക്കും ഗായ്സ്. അപ്പോൾ നമ്മൾ ഡബിൾ ചെസ്റ്റ് ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ എവിടെയാണ് ഉണ്ടാക്കുന്നത് ആ ഭാഗത്ത് പ്ലേസ് ചെയ്യുക. പിന്നെ 2 ഹോപ്പർ വെച്ച് 4 വെക്കുക. കണക്ട് ചെയ്യണം കേട്ടോ. ഷിഫ്റ്റ് ആക്കിയിട്ട് കണക്റ്റ് ആക്കിയാൽ മതി ഗായ്സ്. സ്ലാബ് എടുത്തില്ല, അതെടുക്കാൻ പോവാം. അപ്പോൾ ഗായ്സ്, നമുക്ക് വേഗം സ്ലാബ് എടുത്തിട്ട് വരാം. ഈ ചെസ്റ്റിലാണ് ഒരു സ്റ്റാർട്ട് അത്രയൊന്നും വേണ്ട ഗായ്സില്ല, എത്രയും തിരിച്ച് വേണ്ട ഗായ്സ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഷിഫ്റ്റ് ആക്കിയിട്ട് ഈ ഹോപ്പറിൻ്റെ മേലെ നമ്മൾ ഈ സ്ലാബ് ഓരോന്നോരോന്ന് വെച്ച് നോക്കാം. പിന്നെ നമ്മൾ എന്തെങ്കിലും അതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മൾ നേരെ ചെസ്റ്റിലേക്ക് വന്ന് പോകും. സോറി ഞാൻ പിക്കാക്സ് എടുത്തു തരാം. സോ ഗായ്സ്, നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ മറന്നു കേട്ടോ ഗായ്സ് എടുക്കാൻ. നമ്മൾ ടോർച്ച് നമ്മുടെ മോപ്പ് ഫാമിൻ്റെ ഏറ്റവും മേലെ ഫുൾ നിരത്തി വെക്കണം ഗായ്സ്. അതാണ് ഇതിലാണോ? ഇതിലല്ല, മേലെയാണ്. ഇതിലാണ് ഗൈസ്. ഇതില് ഓ നോ ഗൈസ്. നമുക്ക് ഇത്ര ബക്കറ്റൊന്നും വെള്ളം വേണ്ടല്ലോ. നമ്മൾ അതിൻ്റെ മേലെ അൺലിമിറ്റഡ് ഇത് ഉണ്ടാക്കാമല്ലോ, വാട്ടർ സോഴ്സ്. നമുക്കൊരാകെ 2 ബക്കറ്റ് മതി. പിന്നെ ബാക്കി മൊത്തം ടോർച്ച് എടുക്കാം. ഇത് മതിയാവും ഗൈസ്. മതിയാവുമായിരിക്കും. ഇനി ഗൈസ്, നമുക്ക് നേരെ പോയിട്ട് അത് ഉണ്ടാക്കാൻ തുടങ്ങാം ഗൈസ്. ഞാൻ ആ സ്ലാബൊക്കെ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചില്ലേ, ഇവിടെ പൊട്ടിപ്പോയത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. അതപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചിട്ട് അപ്പോൾ ഇവിടെ ഒരു ആൾ വന്നിരുന്നു എൻ്റെ വീട്ടിൽ. അതുകൊണ്ട് അത് നോക്കാൻ പോയത്. അപ്പോഴാണ് ഇത് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ ഇത് ഓണാക്കാനും മറന്നുപോയി. എന്നിട്ടാണ് ഞാൻ ഇത് വെച്ചത്. അപ്പോൾ ഗൈസ്, ഇനി അടുത്തത് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ സ്ലാബിൻ്റെ മേലെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ആവൂലേ. പിന്നെ നമ്മൾ ഇവിടേക്ക് ഒരെണ്ണാക്കിയിട്ട് ഈ സ്ലാബ് അങ്ങ് പൊട്ടിച്ച് കളയണം. സെറ്റ്. ഈ സ്ലാബ് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഈ നമ്മളെ ഈ ഹോപ്പർ വെച്ചതിൻ്റെ ചുറ്റിലും നമ്മൾ ഇത് വാള് പോലെ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വാള് പോലെ ആക്കിയാൽ നമുക്ക് ഇവിടെ മോപ്സ് ഫോണാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വെട്ടാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കയറിയിട്ടാണ് ബാക്കി പണിയുള്ളത്. അത് നമുക്ക് വേഗം പണി തീർക്കണം ഇന്ന് തന്നെ. ഇങ്ങനെ തീർക്കുമെന്ന് അറിയില്ല. ഇനി മേലോട്ട് നമ്മൾ
ബാക്കി ഗൈസ് നമുക്ക് ഇനി മേലോട്ട് ബാക്കി 20 എണ്ണം വെക്കണം. അല്ല നോ ഗൈസ് 20 അല്ല 21 എണ്ണം. 1 2 3 4 5 6 7 9 10 11 12 13 14 15 16 17 18 19 20 21 ഗൈസ്. സോ ഇത്ര ആയിട്ടുണ്ട്. ഇനി നമ്മൾ താഴത്തെ ചാടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് നേരെ ഈ ഗോബിൾ സ്റ്റോണിൻ്റെ അതിലേക്ക് തന്നെ ചാടണം. ചത്ത പോകാമെന്ന് എനിക്കറിയില്ല ഗൈസ്. നമ്മൾ ഡെഡായ സെറ്റ്. അയ്യോ ഇവിടെ കുടുങ്ങിപ്പോയി ഗൈസ് അറിയാതെ. ഇനി ഇവിടെ നിന്ന് ഇറക്കണമെങ്കിൽ ഇനി ഇവിടെ നിന്ന് കുറച്ചെടുക്കണമെങ്കിൽ കുറച്ച് പണിയാണ് ഗൈസ്. ഇനെന്താ നമ്മൾ ചെയ്യുക? ഗായ്സ് ഇവിടെ നമുക്ക് പൊട്ടിച്ചിട്ടുള്ളിൽ പുറത്തേക്ക് ഇറങ്ങാം. അറിയാതെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് വീണുപോയി. നമ്മൾ ഇത്രയും മേലെ ആക്കിയില്ലേ. ഇനി അങ്ങനെ തന്നെ നമ്മൾ ഈ ഭാഗം മൊത്തം ഇങ്ങനെ തന്നെ കൊണ്ടുവരണം. നമുക്ക് മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെ തന്നെ കൊണ്ടുവരണം. ഇങ്ങനെ ഗൈസ് ഇങ്ങനെ തന്നെ നമ്മൾ ആ 21 ബ്ലോക്ക് വെച്ചില്ലേ അവിടം വരെ നമ്മളിങ്ങനെ കയറ്റിക്കൊണ്ട് പോകണം. അപ്പോൾ ഗൈസ് ഞാൻ അതിൻ്റെ മേലെ എത്തിയിട്ട് ഞാൻ ഇത് ഓണാക്കാം കേട്ടോ. സോ ഗൈസ് നമ്മൾ മേലെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നടുക്കത്തെ ഉള്ളിലേക്ക് കാണൂലേ. അപ്പം നമ്മൾ ഈ സൈഡിൽ രണ്ടെണ്ണം വെച്ച് ഈ എല്ലാ സൈഡിലും ഉണ്ടാവും. ആ 2 വെച്ചിട്ട് ഇങ്ങോട്ട് 1 2 3 4 5 6 7 8 ഗൈസ് നമ്മൾ അങ്ങനെ വെച്ച് പോകണം. ഓക്കെ 8 വെച്ച് പോകണം അങ്ങനെ. ഓക്കെ ഇനി നമ്മൾ ഈ 8ാമത്തെ അവിടെ നിന്ന് നമ്മൾ ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം. ഇങ്ങനെ ഒരു ബ്ലോക്ക് വെക്കണം. ഇനി ഇപ്പുറത്തെ ഈ സൈഡിൽ നിന്നും അങ്ങനെ തന്നെ 8 വെക്കണം ഇങ്ങോട്ട്. ഗൈസ് നമുക്കൊന്ന് തന്നെ 8 വെച്ച് പോവാം. 1 2 3 4 5 6 7 8. സോ ഗൈസ് നമ്മളിനി ഇതുപോലെ ഈ ഭാഗവും ആ ഭാഗവും കൂടെ ഇനി ചെയ്യണം. ഇങ്ങനെ തന്നെ ചെയ്താലാണ് നമ്മൾ ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ നമ്മളൊരു വാള് പോലെ ഇവിടെ ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യും. അപ്പോഴാണ് അങ്ങനെയാണ് നമ്മുടെ ഇവിടെ നിന്ന് മോപ്സ് ഒഴുകി ഇതിനുള്ളിലേക്ക് വരുമ്പോൾ നമ്മളതിനെ കൊല്ലാൻ പറ്റും. ഓക്കെ ഗൈസ് ഞാൻ എണ്ണം മറന്നുപോയി. 1 2 3 4 5 6 7 7 7 8. ഗൈസ് അത് ചത്ത്. കുറച്ച് നീങ്ങിക്കായിരുന്നു. നൈസിൽ ചത്തുപോയി. പെട്ടെന്ന് ഇറങ്ങിയതാണ്. ഞാൻ ആ ഗോബിൾസ്റ്റോണിൻ്റെ മേലെ നിൽക്കണമെന്ന് വിചാരിച്ചില്ല. പെട്ടെന്ന് നമുക്ക് അതിന് കുറച്ച് സാധനങ്ങളൊക്കെ മൊത്തം പോയി എടുക്കുക. എന്തൊക്കെയാ നോക്കുക, ഉള്ള ആർമേഴ്സും ഫുള്ള് എടുക്കുക. ആവശ്യത്തിന് മേലെ കയറണമെങ്കിൽ നമുക്കിനി കോണി വേണ്ടി വരും. ലാഡർ എടുത്തുകൊണ്ട് വരണം മേലേക്ക് എത്തണമെങ്കിൽ. അതിന് മുമ്പ് നമുക്ക് ഈ ആർമറൊക്കെ ഒന്ന് ഇടാം.
ബാക്കി ഇതൊക്കെ ഇവിടെ വെക്കാം. ഓക്കെ, ഇപ്പം സെറ്റായി. നമുക്ക് പിക്കാക്സ് എടുത്തിട്ട് ഈ സാധനം കൂട്ടിച്ചറിയാം. ഇത് വേണം. നമുക്ക് വലിയ കൂടി ലാഡർ വെച്ച് പോകാലോ. ഏതവനടാ എൻ്റെ ഇവിടെ വന്ന് കളിക്കുന്നത്? ഏതാണോടാ നീ? വേറൊന്നുമില്ലല്ലോ, വല്ല സോംബി ഉണ്ടെങ്കിൽ അടിച്ചു കൊല്ലായിരുന്നു. ഒരുത്തനുമില്ല. അപ്പം നമുക്ക് വേഗം പോയിട്ട് നമുക്ക് ഇതെടുത്തിട്ട് വരാം. ഞാൻ പറഞ്ഞ സാധനം എടുത്തിട്ട് വരാം. രാത്രി നമുക്ക് നാളെ രാവിലെ അപ്പം കാര്യം നമുക്ക് ലാഡർ എടുക്കാം. നമ്മുടെ ലാഡർ ഈ റൂമിൽ തന്നെയാണ്. ഷെയർ റൂമിൽ ഏതോ ഒരു ചെസ്റ്റിലാണ്. അപ്പം കാര്യം നമുക്ക് ഈ ചെസ്റ്റിൽ നമ്മൾ നോക്കിയാണ് നേരത്തെ. ഇതിലാണ് കാര്യം ഇതിൽ നമുക്ക് വെക്കാം. ഇത് നമ്മുടെ ചിരന്തീനെ കൊന്ന ആ ഭാഗത്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. 2 സ്റ്റോക്ക് മതിയാവും. അതൊക്കെ ധാരാളം, അതൊക്കെ മതി. അപ്പം അതൊക്കെ മതി. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് ഒരു വാട്ടർ ബക്കറ്റ് എടുത്ത് നിർത്താൻ പോവേ. നമുക്കങ്ങനെ വിഷമമുണ്ട്. നമുക്ക് വേഗം അവിടെ പോയിട്ട് വെക്കാം. ആടിനൊക്കെ കാശൊന്നും നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഈ വീടിൻ്റെ സൈഡത്തെ കുറച്ച് ഫാംസൊക്കെ ഉണ്ടാക്കും. ആ വീഡിയോ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് തരണം കേട്ടോ. ആ വീഡിയോയിലും നമുക്ക് നൈസിലങ്ങ് വെച്ച് പോവാം. നൈസിലിവിടെ വെച്ചിട്ടില്ല. ഹെൽത്തുമില്ല. ഇപ്പം ചാവുന്നതാണ് പോകുന്നത്. ചത്ത നമ്മളതിലാണെങ്കിൽ ഫുഡും ഇല്ല. പോയിട്ട് അതെങ്ങനെ എടുത്തിട്ട് നമുക്കിത് ഫുള്ളൊന്ന് എടുക്കാം. ഫുള്ളായും ഈ ആർമറൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഫുഡ് എടുത്ത് വെക്കാം. ആ ഫുഡ് എടുക്കാനാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇതിലുമില്ല. ഇതല്ല, എന്നാൽ ഫുഡ് വേണ്ട. ലാഡർ നമുക്ക് ലാഡർ എടുത്തിട്ട് പിന്നെയും മേലോട്ട് പോകണം. പിന്നെ മേലോട്ട് പോകാം. ചിലപ്പോൾ ചാവും പിന്നെയും. ഓനോ ഗായ്സ് എത്ര ഇത് പോയി, ഹെൽത്ത് പോയി. 5 പ്രാവശ്യം കൂടെ താഴെ വീണ ഇങ്ങനത്തെ ഞാനത്ര പ്രോ പ്ലെയർ ഒന്നുമില്ല. നൈസ് ഇടയ്ക്കിടയ്ക്ക് ചാവാറുണ്ട്. അത് നിങ്ങൾ പെട്ടെന്ന് നോക്കുകയൊന്നും വേണ്ട. ആർക്കും പറ്റുന്നതാണ്. നമുക്ക് വേഗം വിട്ട് ബാക്കി അത് സാധനങ്ങൾ മൊത്തം എടുക്കണം. ലാഡർ ഒരെണ്ണം കൂടെ വെച്ചാൽ നമുക്ക് മേലെ കയറാം. നമുക്ക് ആർമൊന്നും ഇടാം. ആർമറൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഇതാ എടുക്കാം. അതാ ഇപ്പം ചത്ത ഇത് ഫുള്ളായിട്ട് നമുക്ക് പോവാം ഗൈസ്.
ഗൈസ് ഇതാണ് എൻ്റെ വീട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ശരിക്കും. ഇതൊക്കെ എൻ്റെ ഫാംസാണ്, വീറ്റ് ഫാം. ഇതൊക്കെ അത്ര രസമൊന്നും ഉണ്ടാവില്ല. എൻ്റെ ടോർച്ചിന് പകരം മറ്റേ ലാൻഡേണിൽ ഉണ്ടാക്കണം. ഇതുകൂടി ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് മറ്റേ കൂട്ടിയിടുന്ന സാധനം, ആ സാധനം തന്നെ ലാൻഡേൺ എന്ന് പറയുക, ആ സാധനം ഉണ്ടാക്കാൻ. ആ സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് അയൺ ഉണ്ടാക്കണം. ഗൈസ് നമുക്ക് ബാക്കി മറ്റേ ഓക്കെ ഗൈസ് നമ്മൾ മേലെ എത്തിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഇവിടുത്തെ ഓക്കെ ഗൈസ് ഇവിടുത്തെ കോണി പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കോണി പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗത്തും കൂടി ഉണ്ടാക്കണ്ടേ? ഇനി ആ ഭാഗം അല്ലേ, ഇവിടെ ഒന്നും കൂടെ എണ്ണി നോക്കാം. നമ്മൾ തെറ്റിപ്പോയെന്ന് നോക്കണ്ടേ? 1 2 3 4 5 6 7 8. ഓക്കെ ഇനി നമുക്ക് അപ്പുറത്തെ ആ സൈഡും കൂടെ ഉണ്ടാക്കണം. ഈ സൈഡും കൂടെ ഉണ്ടാക്കി നമ്മൾ കഴിഞ്ഞ ഗൈസ്. ഇനി വാൾ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചുതരാം. നിങ്ങൾക്കറിയില്ല ഇത് 8 എണ്ണം വെച്ചാണ് ചെയ്യേണ്ടതെന്ന്. ഇത് എത്ര എണ്ണമായി നോക്കട്ടെ? 1 2 3 4 4 5 6 7 8. ഓക്കെ ഇത്ര. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൈഡിൽ പോയി നിന്നിട്ട് ഷിഫ്റ്റ് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ചാടും. നമ്മൾ ഈ സൈഡൊക്കെ ഇട്ട് ഈ ഗോബിൾ സ്റ്റോണ്ട് ഇവിടെ നിൽക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും ഇങ്ങോട്ട്. ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും ഒരു ചതുര സ്ക്വയർ പോലെ ഇങ്ങനെ വരുന്നുണ്ടാവും. ഇങ്ങനെ അത് ഇവിടെ നിൽക്കുക, അവിടെ വെക്കുക, അവിടെ വരെ കൊണ്ടുവരിക. പിന്നെയും ബാക്കോട്ട് ഇങ്ങനെ വരിക. എന്നിട്ട് ഇവിടെ അങ്ങനെ തന്നെ നമ്മൾ അവിടെ തന്നെ അങ്ങനെ വെച്ച പോലെ വെച്ചിട്ട് കൊണ്ടുവരിക. എന്നിട്ട് അതുപോലെ ഈ സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ സൈഡ് വെള്ളം ഒഴിക്കുമ്പോൾ മോപ്സ് എല്ലാം ഉള്ളിലേക്ക് സ്പോണാവും. അപ്പോൾ ഫുൾ സ്പോണാവും. നമ്മൾ ഒരു ഇതുപോലെ ആക്കും, ഒരു കുറച്ച് വൃത്തിയാക്കിയിട്ട് ഒരു സ്ഥലം പോലെ ആക്കും ഇതിൻ്റെ മേലെ ഇവിടെ തന്നെ. അപ്പോൾ അവിടെ സ്പോണാവുന്നത്. അപ്പോൾ എല്ലാവരും കൂടി തള്ളുമ്പോൾ എല്ലാവരും ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴും. അപ്പം നമ്മൾ നേരെ ഒഴുകി വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ താഴ്ന്ന് കൊല്ലുന്നത്. കത്തിയെടുത്ത് കൊല്ലുന്നുണ്ടല്ലോ നമ്മൾ, സോഡ് എടുത്തിട്ട്. നിങ്ങൾക്ക് ഏത് സോഡ് വേണം ഉപയോഗിക്കാം കേട്ടോ. നെതറിൻ്റെ ആണെങ്കിൽ അത്രയും നല്ലത്, പെട്ടെന്ന് ചത്തോളും. ഗൈസ് നമുക്കിതുപോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചാല് പോലെ ആക്കണം. ചാല് പോലെ വേഗം തന്നെ ഇതാക്കാം. നമ്മളിത് ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്ന് ഇതെല്ലാം കണക്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഇങ്ങനെ സൈഡ് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ ഉണ്ടാവും, അതങ്ങനെ കണക്ട് ചെയ്യണം. ഗൈസ് അങ്ങനെ തന്നെ ഇങ്ങോട്ടും കൊണ്ടുവരണം. ഗൈസ് എനിക്കറിയില്ല കേട്ടോ ഇത്ര ഗോബിൾ സ്റ്റോൺ മതിയാവുമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും റെഡിയാക്കണം. ഇങ്ങനെ തന്നെ ഈ സൈഡും ആ സൈഡും ആ 2 സൈഡും കൂടെ ആക്കിയിട്ട് ഞാൻ നിങ്ങളെ വന്ന് ഇതാ ഗൈസ്. ഇങ്ങനെ തന്നെ നമ്മൾ എല്ലാ ഭാഗവും ആക്കിയിട്ടുണ്ട്, ഇങ്ങനെ സ്ക്വയർ പോലെ. ഇനി നമ്മളിത് ഫുൾ കവർ ചെയ്യണം. ഇങ്ങനെ ഫുൾ കവർ ചെയ്യണം. നമ്മൾ ഇത് ഫുള്ളിങ്ങനെ കവർ ചെയ്യണം. ഒരു നമ്മുടെ വീടിൻ്റെ മുറ്റമൊക്കെ കാണില്ലേ, അതുപോലെ ഉണ്ടാവണം. അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലവും എല്ലാ ഇതുപോലത്തെ സ്ക്വയറും ഫുൾ കണക്ട് ചെയ്യണം.
നൈസിൽ അറിയാതെ ഇവിടെ അങ്ങ് വെച്ചിട്ടുണ്ട്. നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇതുണ്ടല്ലോ ഇങ്ങനെ ക്ലിയർ ആയിരിക്കണം. ഇങ്ങനെ നമ്മുടെ ചാല് എന്തായാലും ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ അതിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ വെച്ചിട്ടില്ലേ, ഈ ചാലിങ്ങനെ ഇതിനിങ്ങനെ പറയുന്നത്. ഞാനിങ്ങനെ പറയുന്നത്, നിങ്ങളെന്താ പറയുന്നതെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. നമുക്കിങ്ങനെ തന്നെ ഇത് കൊണ്ടുവരാം. ഗൈസിന് ഇതുപോലെ ഒരു ഭാഗം കൂടി ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാള് പോലെ ആക്കണം. ഈ സൈഡ് മൊത്തം വാള് പോലെ ആക്കണം. ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം ഇത് ആക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന്. അത് നമ്മൾ ഫുൾ ഇതാക്കിയിട്ടുണ്ട്. ഗൈസ് അറിയാം, നൈസിലെങ്കിൽ ഇവിടെ ആയിപ്പോയിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്. നമുക്ക് കവർ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മൂലയില്ലേ, നമ്മുടെ ഈ ഭാഗത്തിൻ്റെ ഒരു സൈഡത്തെ മൂല എടുത്തിട്ട് 1 2 ബ്ലോക്ക് വെച്ചിട്ട് ചുറ്റും ഇതിങ്ങനെ ചുറ്റും കൊണ്ടുവന്നിട്ടൊരു സ്ക്വയർ പോലെ ആക്കണം. എന്നിട്ട് ഗൈസ് നമ്മൾ ഇതാ നൈസിലൊരു കോഡ് എന്നാണ് ഗൈസ്. ഇതാ നമ്മൾ ഫുൾ ഈ ചുറ്റും ഇങ്ങനെ തന്നെ ഫുൾ കവർ ചെയ്ത് പോകണം. ഇത് മതിയാവോന്ന് അറിയില്ല ഗൈസ്. ഇത്ര സ്റ്റാക്ക് മതിയാവോന്ന് അറിയില്ല. മതിയാവില്ലെങ്കിൽ നമുക്ക് വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് നേരെ താഴെ ചാടേണ്ടി വരും. നമ്മുടെ ആ ലാഡർ ഫുള്ള് നമ്മൾ മൂടിയല്ലോ, ഒരു ചാലായി മാറ്റിയല്ലോ അതിൻ്റെ മേലെ. നമ്മൾ എയില വെച്ചത് കാണൂല. അത് നമുക്ക് അടുത്ത് പൊട്ടിക്കണം ലാസ്റ്റ് ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട്. നല്ല ലാഗാണ്, നമുക്ക് പെട്ടെന്നൊന്നും വരുന്നില്ല. ബ്ലോക്ക് ഇതാ ടച്ച് ചെയ്തിട്ട് വരുന്നില്ല. ഗായ്സ് ഇനി നമ്മൾ ഫുൾ ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മൾ മേലെ കയറിയിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ബ്ലോക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം വെച്ച ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചളയുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചളയുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ റൂഫ് സെറ്റാക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇത് ഫുള്ള് നമ്മളിങ്ങനെ മൂടണം. ഇങ്ങനെ ഫുൾ മൂടണം.
ഗൈസ് അറിയാതെ ചെയ്യുന്ന പോലെയാണ്. ഇവിടെ നൈസിലും പൊട്ടിപ്പോയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വെക്കാം. നൈസിൽ രാവിലെ ആകുമ്പോഴാണ് ഇത്ര പെട്ടെന്ന് നമ്മൾ ഇതാ ഒരു ദിവസം മൊത്തം 2 ദിവസമാണ്, 1 ദിവസമാണ്, 2 ദിവസം തോന്നുന്നു. 2 ദിവസം ആയിട്ട് നമ്മൾ ഇതിപ്പോഴും ചെയ്ത് കൊടുക്കുകയാണ്. വേഗം നമുക്കിത് ഫുൾ മൂടണം. ഗൈസ് ഇനി ബാക്കിയുള്ള ഭാഗം കൂടെ നമ്മൾ ഇങ്ങനെ തന്നെ ആക്കണം. ഗൈസ് ഇത് അത്രയും പെട്ടെന്ന് ആവില്ല, കുറച്ച് സമയം പിടിക്കും. നിങ്ങളെ സാവധാനം ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്നെപ്പോലെ പിടപ്പ് കാണിച്ച് ഈ കുഴിയിലങ്ങ് വീഴും. പിന്നെ ചാവേണ്ട വരും. മോക്സിന് പകരം നമ്മളായിരിക്കും ചാവുന്നത്. ബാക്കിയുള്ള സ്റ്റാക്കും കൂടി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെക്കാം. ഇത്രയെണ്ണം വേണ്ടായിരുന്നു ഗൈസ്. ബ്ലൂ സ്റ്റോൺ ഇത്രേ ഉള്ളൂ. ഇതും കൂടെ മൂടിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വാട്ടർ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾക്ക് മേലെ ടോർച്ചും കൂടെ വെച്ചാൽ നമ്മൾ പണി കഴിഞ്ഞു. അത്രേ ഉള്ളൂ, പിന്നെ വേറൊന്നുമില്ല. പക്ഷെ എന്തൊക്കെയൊക്കെ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് വാട്ടർ ബക്കറ്റിൽ എടുക്ക് ഒഴിക്കണം. അതിനാദ്യം നമ്മളൊരു അൺലിമിറ്റഡ് വാട്ടർ ഇതുണ്ടാക്കണ്ടേ, നല്ല നമുക്ക് ഇതാക്കാൻ പറ്റൂ. ആഹാ ഗൈസ് നൈസ്, നിങ്ങൾ പാളിപ്പോയിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു വേണ്ടത്. നൈസിൽ പാളിപ്പോയ ശരി. നമുക്ക് വാട്ടർ ബക്കറ്റും ഇല്ല. നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു വാട്ടർ ബക്കറ്റും കൂടി എടുത്തുകൊണ്ട് വരേണ്ടി വരും. നമ്മളറിയാതെ
മറ്റേ വാട്ടർ ബക്കറ്റ് അങ്ങ് ഇതായിപ്പോയിട്ടുണ്ട്. എന്തായിപ്പോയി. നമുക്ക് നേരെ മേലേക്ക് കയറാം. നൈസിലങ്ങ് വാളിപ്പോയിട്ടുണ്ട്. നൈസിലങ്ങ് വാളിപ്പോയി. ചത്തു. അയ്യോ, ഫുൾ ക്രീപ്പറും മറ്റുള്ളവന്മാരാ. വേഗം തന്നെ എല്ലാം എടുക്കേണ്ട വരും. ഈശ്വര, വേഗെടുക്ക്. ഗായ്സ്, പുറത്ത് ഫുൾ ഇതാണ്. ഹെൽമെറ്റ് ആണെങ്കിൽ കിട്ടിയിട്ടുമില്ല. ഹെൽമെറ്റ് കിട്ടിയിട്ടില്ല, ഷീൽഡ് കിട്ടിയിട്ടില്ല. ഹെൽമെറ്റ് ഷീൽഡൊന്നും കിട്ടിയിട്ടില്ല. ഹെൽമെറ്റ് അവിടെ ഉണ്ട്, ഷീൽഡ് അപ്പുറത്തെ ഭാഗത്താണ്. ഗായ്സ്, നമുക്ക് തീർക്കണം. അയ്യോ, ക്രീപ്പർ വരുന്നുണ്ട് ഗൈസ്. എൻ്റെ ഇവിടുത്തെ നാശാക്കും ഫുള്ള്. വരുന്നുണ്ടോന്നറിയില്ല. ഗൈസ്, വരുന്നുണ്ട്. വാടാ മോനെ. വാ. നീ വാ. പൊട്ടങ്ങ്. ബോയ്സ്, നമുക്ക് മറ്റുള്ളവന്മാരുടെ അതുകൂടെ നോക്കണം. മറ്റവന്മാരെ നോക്കണേ. ക്രീപ്പറൊന്നുമില്ലല്ലോ അവിടെ. അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഹെൽമെറ്റ് വെക്കണം. ഓക്കെ, അവന്മാരെ തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മേലെ കയറുന്ന എന്താക്കും? മേലെ കയറണമെങ്കിൽ നമുക്ക് നൈസിൽ ക്രിയേറ്റീവ് എടുത്ത് പറക്കാൻ വേണം. അല്ലാതെ വേറെ രക്ഷയില്ല ഗൈസ്. കോണിയാണെങ്കിൽ അവിടം വരെ ഉള്ളൂ. ഇത് പിന്നെ പൊട്ടിക്കാം. ഇനി ഇവിടെ നമ്മളെ വാട്ടർ ബക്കറ്റ് എടുത്തില്ലല്ലോ. അതാണ് കുഴപ്പം. അതാ ഗൈസ്, ഈ സ്റ്റെപ്പ് ഫുൾ കുഴപ്പിക്കുക. അത്രയൊന്നും വേണ്ട. നമുക്ക് മേലോട്ട് പറക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുക. ആണല്ലേ ഗൈസ്, നമ്മൾ സ്പോണായത്. ഈ മൂലയ്ക്ക് രണ്ട് ഭാഗത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കണം. ഒരുത്തം വരുന്നുണ്ട്. ഗോൾഡ് ആർമറൊക്കെ ഇട്ടിട്ട് ഇപ്പം നേരെ ഇതിലേക്ക് ചാടും. വാവ്, അവൻ ചത്തിട്ടുണ്ട്. എൻ്റെ ഇത്ര ഉള്ളു പണി. ഈ ചത്തി നോക്കി കണ്ടോ, ഒന്നും കിട്ടില്ല ഗൈസ്. എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്താണെന്നറിയില്ല. എന്തായിരിക്കും?
വേറൊന്നും ഇല്ലെങ്കിൽ എടുക്കൊണ്ടൊന്നുമില്ലല്ലോ. വഴിയൊന്നുമില്ല. പിന്നെ ഇത് മൂടണം ഗൈസ്. ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫുൾ ടോർച്ച് എടുത്ത് ഫുൾ സൈഡും ഇത് ഫുള്ളും കവർ ചെയ്യണം, ഈ മേൽഭാഗം മൊത്തം. ഗായ്സ് ഇതുപോലെ ഇത് മൊത്തം നമ്മൾ കവർ ചെയ്യണം. ഈ ടോർച്ച് എന്തിനാ വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലാണ് സ്പോൺ ആവാൻ പാടുക, നമ്മുടെ ഇതിൻ്റെ മേലെ സ്പോൺ ആവരുത്. പിന്നെ നമുക്ക് ഇതൊന്നും ലൂട്ടും കിട്ടില്ല മോബ്സിൻ്റെ. ഇതിലേതൊക്കെ സ്പോണാന്ന് വെച്ചാൽ സ്കെൽട്ടൺ, ക്രീപ്പർ, പിന്നെ ഇതാ സോംബി, ചില ഇടയ്ക്കിടയ്ക്ക് വിച്ചും ആവും ഗൈസ്, വിച്ചും വരും. നൈസ് ഇത് ഫുള്ളങ്ങ് ഫുൾ കവർ ചെയ്യണം നമുക്ക്. കാഴ്ച ഈ ഭാഗം കൊടുക്കുക, അതും കൂടെ ഫുള്ള് കഴിഞ്ഞ് നമ്മുടെ ഇത് കഴിഞ്ഞു. ഓക്കെ ഗൈസ്, നമ്മളിത് ഫുൾ ഇങ്ങനെ ആക്കി എടുക്കണം. ഏത് മൂലം നോക്കിയാലും നമ്മൾ ഇത് കറക്റ്റ് ഒരേപോലെ തോന്നുന്നു, അങ്ങനെ വേണം. ഇവിടെയും കൂടി ഉണ്ട്. ഓക്കെ ഇപ്പം സെറ്റായി ഗൈസ്, ഇത്ര ഉള്ളു പണി. ഇനി നമ്മുടെ ഇവിടെ ഒന്ന് സ്പോണാവാം, ഇവിടെ ഒന്നും ആവാതിരിക്കും. നമ്മൾ ടോർച്ച് വെക്കും. ഇത്ര ഉള്ളു ഗൈസ്. ഇനി ഗൈസ് നമുക്ക് ലാഡർ പൊട്ടിക്കണം. ഈ ലാഡർ പൊട്ടിക്കണം. ഇത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ നമ്മുടെ ഇതാ അവന്മാർ താഴെ വീണ് ചാവുന്നില്ല, അതൊരു മിസ്റ്റേക്ക് അല്ലേ? അത് ഞാൻ അറിയാതെ ഈ ഭാഗം ഒന്ന് തെറ്റിപ്പോയി. ഈ ഭാഗത്ത് നമ്മൾ ഇതാ ഗൈസ് ഇവിടെ ഒരു ബ്ലോക്ക് പൊക്കണം. എൻ്റെ ഒരു 20 അത് ഒന്ന് പൊങ്ങിപ്പോയി, കുറച്ച് ഒന്ന് പൊങ്ങിപ്പോയി, ചെറുതായിട്ടൊന്ന് പൊങ്ങിപ്പോയി.
ഗായ്സ് നമ്മുടെ ഇതിൽ ഒരു ബ്ലോക്ക് കുറയ്ക്കണം. അതാണ് എൻ്റെ തെറ്റിപ്പോയത്. ചെറിയൊരു മിസ്റ്റേക്കാണ്. എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് നമ്മൾ കറക്റ്റ് ഇവിടെ പിന്നെ നമ്മൾ ഡബിൾ ചെസ്റ്റ് വെക്കുക, ഹോപ്പർ കണക്കുക, പിന്നെ സ്ലാബ് വെക്കുക. ഇത്രയുള്ളൂ പണി. ചെറുതായിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. ഇനി നമ്മൾ താഴെ വീണ ചാവൂല. ഒരു ബ്ലോക്ക് അറിയാതെ കൂടിപ്പോയി, അത് കുറച്ചതാണ്. ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ മൂവ് ഫാം വെറും സിമ്പിളാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.